ഓം നമഃ ശിവായ. നർമ്മദേ ഹർ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ പുരാണ കാലങ്ങളിൽ തൊട്ട് നമ്മുടെ വീടിൻ്റെ പൂജാമുറിയിൽ, അതേപോലെ ഉമ്മറപ്പടിയുടെ അകത്ത്, അതായത് വെൽക്കം ചെയ്യുന്ന മുറിയുടെ മെയിൻ ഭാഗത്ത്, അതായത് പുറത്തുനിന്ന് ആര് വരുന്നു, നമ്മൾ ഉമ്മറപ്പടിയിൽ നിന്ന് അകത്തു നോക്കുമ്പോൾ കാണുന്ന സ്ഥലത്ത്, നമ്മുടെ ഐശ്വര്യം വരുന്നിടത്ത് നാം വയ്ക്കുന്ന ഒരു ഘടകമാണ് ലക്ഷ്മി വിളക്ക്. അത് നമുക്കെല്ലാവർക്കും അറിയാം. പ്രധാനമായിട്ട് നമ്മൾ പൂജാമുറിയിൽ വടക്ക് നോക്കി, തിരി വടക്ക് നോക്കിയിട്ടാണ് ലക്ഷ്മി വിളക്ക് വയ്ക്കാറ്. ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലക്ഷ്മി വിളക്ക് എന്ന് പറഞ്ഞാൽ പിത്തളയുടെ ലക്ഷ്മിയുടെ മുദ്രയുള്ള വിളക്കാണ്. ശരിക്കും അതാണോ ലക്ഷ്മി വിളക്ക്? അല്ല. ഇപ്പോൾ നിങ്ങൾ സാധാരണ ഈ പറയുന്ന വിളക്കിൽ നെയ് വിളക്ക് കത്തിച്ച് കുറച്ച് നേരം നല്ല രീതിയിൽ കത്തി, എരിതിരിയോടെ കത്തി, അവസാനം മഹാലക്ഷ്മി വരെ കരിഞ്ഞു പോകുന്നൊരവസ്ഥയാണ് ആ വിളക്കിലുള്ളത്. ശരിക്കും ലക്ഷ്മി ഭാവത്തിലുള്ള ശില്പം, മുദ്ര, ഇവയിലൊന്നും തീ വരാൻ പാടില്ല. ഇന്ന് ലക്ഷ്മിയുടെ ബിംബഭാവത്തിലുള്ള വിളക്കുകൾ നാം കാണുന്നു. അതൊക്കെ വെറും വികടലക്ഷ്മി, ജ്യേഷ്ഠലക്ഷ്മികളായി മാറുന്നു. ലക്ഷ്മി എന്നത് നമുക്ക് പൂജിക്കുന്ന, ആരാധനയുള്ള, ബഹുമാനമുള്ള നമ്മുടെ അമ്മയാണ്. അതിന് തീയോ ചൂടോ വരാൻ പാടില്ല. അഥവാ വന്നാൽ ആ വീട് അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും ആ കുടുംബം മൊത്തവും. ധനം വരുന്ന വഴിയും പോകുന്ന വഴിയും അറിയത്തില്ല. കുടുംബാംഗങ്ങളാണെങ്കിൽ എപ്പോഴും തല്ലും, മഹാഭാരത യുദ്ധം എന്നുള്ള രീതിയിൽ പോകും. അതേപോലെ കടങ്ങൾ ജാസ്തി വരിക, അതൊക്കെയാണ് ഇങ്ങനെയുള്ള വിളക്കുകൾ കത്തിച്ചാലുള്ള ദോഷം. കാരണം ലക്ഷ്മി എന്ന് പറയുന്നത് ശാന്തമൂർത്തിയാണ്. ആ ലക്ഷ്മിയുടെ മുമ്പിൽ തന്നെ വിളക്ക് കത്തിച്ചാൽ നമുക്ക് തന്നെ ഒരു വിരൽ അകലത്തിൽ തീയുടെ അടുത്ത് പോകുമ്പോൾ പൊള്ളും. അപ്പോൾ അമ്മയുടെ കാര്യം പറയാനില്ല. അപ്പോൾ അങ്ങനെയുള്ള വിളക്കുകൾ നമുക്ക് എപ്പോഴും ദാരിദ്ര്യമാണ് തരുന്നത്, അശുഭമാണ് കാര്യങ്ങൾ. അങ്ങനെ നമ്മുടെ പുരാതന കാലത്ത് നമ്മൾ ലക്ഷ്മിയെ ആരാധിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മുടെ വീടുകളിൽ ചെയ്തു വരുന്ന ലക്ഷ്മി വിളക്ക്. പക്ഷേ ഇന്ന് കാണുന്ന ലക്ഷ്മി വിളക്കല്ല, അതൊരിക്കലും പോസിറ്റീവ് എനർജി വൈബ് ചെയ്യത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദാരിദ്ര്യവും കലഹവുമായിരിക്കും. അപ്പോൾ നമുക്കെങ്ങനെ ലക്ഷ്മി വിളക്ക് നമ്മുടെ പുരാണി കാലങ്ങളിൽ സിദ്ധ കൺസെപ്റ്റ് അനുസരിച്ച് ലക്ഷ്മി വിളക്ക് എന്നാൽ എന്താണ്? അതായത് നമുക്ക് ആദ്യം വേണ്ടത് ഒരു തട്ടം, സ്റ്റീൽ അല്ലാത്ത തട്ടം. നമുക്ക് ഒരു കാര്യം, നമ്മൾ പൂജാ സാധനങ്ങൾ, ആരാധനാ സാധനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും സ്റ്റീൽ ആവരുത്. നമ്മൾ പഞ്ചോപചാരം ഉപയോഗിക്കുന്ന സ്പൂണ്, തീർത്ഥക്കിണ്ടി ഒക്കെ ബ്രാസോ
പഞ്ചലോഹമോ ഒക്കെ ആവാം. സാധാരണ നമുക്ക് ബ്രാസ്, ചെമ്പ് അവൈലബിൾ ആണ്. ഒരിക്കലും സ്റ്റീൽ ഉപയോഗിക്കരുത്. അപ്പോൾ ആദ്യം വേണ്ടത് ഒരു ബ്രാസിൻ്റെ തട്ടം. അതിനുശേഷം വേണ്ടത് ഒരു ചട്ടി, ചെറിയ ചട്ടി, പിന്നെ ഒരു ചിരാത്, പിന്നെ വേണ്ടത് കല്ലുപ്പ്, കുങ്കുമം, അതേപോലെ ബിൽവപ്പൊടി, പിന്നെ നെയ്യ്, തിരി. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു തട്ടം എടുക്കുക. അതിൽ മേലെ ചെറിയ ക്ലേ ചട്ടി, ചീനച്ചട്ടി വയ്ക്കുക. നമ്മൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും. മൺചട്ടി, ചെറിയ മൺചട്ടി, മൺവിളക്കും കിട്ടും വലുതായിട്ടുള്ള. അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കല്ലുപ്പ് നിറയ്ക്കുക. ആ കല്ലുപ്പ് നിറച്ചതിന് ശേഷം കുങ്കുമം വിതറുക അതിന് മേളിൽ. അതിനോടൊപ്പം ബിൽവപ്പൊടി, കൂവളപ്പൊടി നമുക്ക് കിട്ടും. ആ കൂവളപ്പൊടി വിതറുക. അതിൽ 1 രൂപയുടെ കോയിൻ തിരികെ നെയ്വിളക്ക്, ചെറിയ ചിരാത് കിട്ടും. നെയ്യ് നിറച്ചിട്ടുള്ള തിരിയിട്ടുള്ള ചിരാത് കത്തിച്ച് അതിന് മേൽ വിളക്കുക. ഇതാണ് ശരിക്കും ലക്ഷ്മി വിളക്ക്. ഉപ്പ് മഹാലക്ഷ്മിയുടെ കൂടെ സമുദ്രമന്ഥനം ചെയ്തപ്പോൾ മഹാലക്ഷ്മിയുടെ കൂടെ വന്നതാണ് കല്ലുപ്പ്. മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയമാണ് ബിൽവം, ആ ബിൽവത്തിൻ്റെ പൊടി. മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയമാണ് കുങ്കുമം. മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയമാണ് നെയ്യ്, ശുദ്ധമായ പശുവിൻ്റെ നെയ്യ്. പിന്നെ ധനം, നമ്മൾ ഉപ്പ് കല്ലുപ്പിൽ തിരുകുന്നത് 1 രൂപയുടെ കോയിൻ, ചെമ്പ് കോയിൻ ഉണ്ടെങ്കിൽ അത്യുത്തമം. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ നാം എല്ലാ ദിവസവും കത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം മാറും. എല്ലാ ഐശ്വര്യങ്ങളും നമ്മുടെ കുടുംബത്തിൽ നിലനിൽക്കും. കാരണം ഈ കാര്യങ്ങൾ ലക്ഷ്മിക്ക് പ്രിയമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ലക്ഷ്മി വിളക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലക്ഷ്മിയെ ആകർഷിക്കുക, ഐശ്വര്യം നമ്മളിലേക്ക് വരിക എന്നുള്ള ഉദ്ദേശമാണ് നാം ലക്ഷ്മി വിളക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ലക്ഷ്മിയുടെ രൂപത്തിൽ വിളക്ക് കത്തിക്കുന്നതല്ല. അതൊരിക്കലും നമുക്ക് പോസിറ്റീവ് എനർജി തരത്തില്ല. ജ്യേഷ്ഠലക്ഷ്മി ആയിരിക്കും നമ്മുടെ വീടുകളിൽ ഉണ്ടാവുക, സ്ഥിതി ചെയ്യുക, വസിക്കുക. അപ്പോൾ നാം ഓർക്കുക, ലക്ഷ്മി വിളക്ക് എല്ലാ ദിവസവും കത്തിക്കുക. ഈ പറയുന്ന ആഴ്ചയിൽ ഒരിക്കൽ വെള്ളിയാഴ്ച ഉപ്പ്, ഈ പറയുന്ന ഉപ്പ് കലർന്ന കുങ്കുമം, ബിൽവം അത് മാറ്റുക. കോയിൻ നമ്മൾ റിവേർട്ട് ഉപയോഗിക്കാം. ഈ പറയുന്ന ആദ്യം നിറച്ച ഉപ്പും കുങ്കുമത്തിന് പൊടിയും ബിൽവവും 1 രൂപ കോയിൻ അത് ഒരാഴ്ചത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം. എല്ലാ വെള്ളിയാഴ്ചയും ഇത് ആവർത്തിക്കുക. ഇപ്പോൾ നെയ്വിളക്ക് എല്ലാ ദിവസവും തെളിയിക്കണം എന്നില്ല. തെളിയിച്ചാൽ അത്യുത്തമം. അല്ലാത്ത സമയത്ത് നമുക്ക് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ വെച്ച് കത്തിക്കുക. പക്ഷേ വെള്ളിയാഴ്ചകളിൽ നെയ്യ് കൊണ്ട് തന്നെ കത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലക്ഷ്മി വിളക്കിൻ്റെ ശരിയായ തത്വം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഉദ്ദേശിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ പൈതൃകം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. എല്ലാ വീടുകളിലും ലക്ഷ്മി വിളക്ക് തെളിയിക്കാൻ ശ്രമിക്കുക. നമുക്ക് തന്നെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമഃ ശിവായ. നർമ്മദേ ഹർ.